നമസ്കാരം സാർ. മോദി നമസ്കാരം. വീണ്ടും ഭരിക്കുമെന്ന നില വന്നിരിക്കുന്നു. പക്ഷേ ഭരിക്കുക എന്നത് ഒരു വലിയ ഭാരമായി തീരുന്ന സാഹചര്യത്തിലേക്കാണ് മോദി പോകുന്നത്. കാരണം അദ്ദേഹത്തെ പിന്തുണക്കേണ്ടിയിരിക്കുന്ന, നിർബന്ധമായും പിന്തുണയോടുകൂടി മാത്രം ഭരിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ഒറ്റയ്ക്ക് 3/2 ഭൂരിപക്ഷം നേടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് അങ്ങനെ പ്രവചിക്കപ്പെട്ടിരുന്ന നമ്മുടെ എക്സിറ്റ് പോളുകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ടാണ് റിസൾട്ട് വന്നത്. ഇനി BJP നേരിടുന്ന, ഒരുപക്ഷെ മോദി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൂടെ ചേരാൻ കാത്തിരിക്കുന്ന, ചേരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഘടകകക്ഷികളെ എങ്ങനെ ഭരിക്കും എന്നതാണ്. ആ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും മോദി എന്ന സമർത്ഥനായ ഭരണാധികാരി എങ്ങനെയായിരിക്കും നേരിടുക? അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ഒരു പ്രാർത്ഥന ചെല്ലണം. നമ്മുടെ മോഡി, ദൈവമേ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഒരു ബൈബിൾ അതെ, വാക്യം. അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ കൂടെയുള്ള കൂട്ടുകാരുടെ ഗുണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കൂട്ടുകാർക്ക് ഈ മോഡീനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഇവർക്ക് പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം നായിഡു ആയാലും നിതീഷും ഇവർ രണ്ടുപേരാണല്ലോ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി ഓരോ മെമ്പേഴ്സൊക്കെ ഉള്ളവരാണല്ലോ. അപ്പം നായിഡു ആണെങ്കിലും നിതീഷ് ആണെങ്കിലും വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കേസുകൾ അവർ. അതെ, നല്ല അത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് രണ്ടുപേർക്കും ഉണ്ട്. നായിഡു ആണെങ്കിൽ ആദ്യം തന്നെ ഫാദർ ഇൻ ലോയെ പറ്റിച്ചിട്ടാണ്. ഫാദർ ഇൻ ലോയുടെ സർക്കാരിനെയും കൊണ്ടുപോയി പാർട്ടിയെയും കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി ആള് മുങ്ങിയ ആളാണ്. അമ്മായിയപ്പനെ അട്ടിമറിച്ച ആളാണ്. അതാണ് നായിഡു. മാത്രമല്ല അദ്ദേഹത്തിന് മിക്കപ്പോഴും സെക്യുലറിസത്തെ പറ്റി ഭയങ്കര ആവേശം കൊള്ളാൻ കഴിയുന്ന ഒരാളാണ്. സെക്യുലർ ഫ്രണ്ടിൻ്റെ നേതാവായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം പെട്ടെന്ന് അവിടം വിട്ടു പോയിട്ട് ഈ വാജ്പേയി സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. പിന്നെ നിതീഷ് കുമാർ ആണെങ്കിൽ ഇപ്പോൾ മിക്കവാറും ഈ BJP വിരുദ്ധ മുന്നണിയുടെ കൺവീനർ ആകും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ BJP ക്യാമ്പിലുണ്ട്. അതാ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറുന്ന സ്വഭാവം ഉള്ള ആൾക്കാരുമായിട്ടാണ് ഇനി ചേർന്ന് പോകേണ്ടത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ BJPക്ക് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് MPs ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നന്നായിട്ട് അറിയാം. അത് മാക്സിമം മുതലെടുക്കാനും it will be an exploration into the possibilities of blackmailing. എന്തുമാത്രം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ രണ്ടുപേരും നോക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വ്യത്യാസമുള്ളത് എനിക്ക് തോന്നുന്നു, ബ്ലാക്ക്മെയിലിംഗ് സാധാരണ രീതിയിൽ ഈ കുതിരക്കച്ചവടം എന്നൊക്കെ സാധാരണ കേന്ദ്ര രാഷ്ട്രീയത്തെ നോക്കി വിളിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കോർപ്പറേറ്റ്സിനെ മീഡിയേറ്റേഴ്സ് ആക്കിയിട്ട് ഈ കോടികൾ കൊണ്ട്, പണം കൊണ്ട് നടത്താമായിരുന്ന ഒരു ട്രേഡാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ രണ്ടുപേരും അത്തരത്തിലുള്ള ട്രേഡിൽ നിൽക്കുന്നവരല്ല. അവർ വലിയ തോതിലുള്ള പവർ ട്രേഡാണ് ആഗ്രഹിക്കുന്നത്. അധികാരത്തിന് വേണ്ടി എങ്ങോട്ട് എപ്പോഴൊക്കെ ഈ കളം മാറി ചവിട്ടാനും യാതൊരു മടിയുമില്ലാത്ത, അതിൻ്റെ പേരിൽ വലിയ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ള. ഇപ്പോൾ ബീഹാറിലാണെങ്കിൽ നിതീഷ്, ഏത് മുന്നണി ഭരിച്ചാലും നിതീഷാണ്. ഒന്നാലോചിച്ച് കൊല്ലാത്ത അവസ്ഥയാണ്. ചന്ദ്രബാബു നായിഡു ഭയങ്കര ഒരു ശൃഗാല ബുദ്ധി എന്ന് പറയില്ലേ, വളരെ കൃത്യമായി ക്ഷമയോടെ കാത്തിരുന്ന് സമയം വരുമ്പോൾ ആഞ്ഞു കയറി പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഏതാനും MP മാരെ പല സ്റ്റേറ്റുകളും പിടിക്കുന്നത് കുറേ MLA-മാർക്ക് കാശ് കൊടുത്താൽ കിട്ടും. അത് കൊടുക്കാൻ ആളുകളുണ്ടാവും. ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. അവർക്ക് അഴിമതിയുടെ ആരോപണമൊന്നും വരാതെ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ ഏജന്റുമാരുണ്ടാവും. അവർക്ക് പിന്നീട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഇതല്ല, പവറാണ് ഇവരുടെ പ്രശ്നം. പക്ഷേ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സംശയത്തിലാണ് ഇവരുടെ അടിത്തറ നിലനിൽക്കുന്നത്. അതിപ്പോൾ നായിഡുവിൻ്റെ ഡിമാൻഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. എന്തൊക്കെ പോസ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡിമാൻഡ് സ്പെഷ്യൽ സ്റ്റേറ്റസ്. അത്തരം ഇഷ്യൂസിലേക്ക് നമ്മൾ വരണം. അതിന് മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്ലെയിം, അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വലിയ പദവികൾ വേണം, ഇൻക്ലൂഡിങ് സ്പീക്കർ. അതാ ആ പോയിന്റ് ഞാൻ പറഞ്ഞു. അതായത് ഇങ്ങനത്തെ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ മനസ്സിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്പീക്കർ എന്നുള്ള പോസ്റ്റ് നിർബന്ധം പിടിക്കുന്നുണ്ട്. സ്പീക്കർ മോർ ഓർ ലെസ് ഒരു സെറമോണിയൽ പോസ്റ്റാണ്.
വേറെ വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷെ അത് ആ സ്പീക്കർ എന്നുള്ള പോസ്റ്റിൽ ഇൻസിസ്റ്റ് ചെയ്യണതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. കാരണം പാർട്ടി സ്പ്ലിറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ ഇത് നിയമവിധേയമാണോ നിയമവിരുദ്ധമാണോ അതിൽ സ്പീക്കർ പോസ്റ്റിന്റെ വിലയേറിയാവുന്ന ഒരാളാണ് നായിഡു. അത് നായിഡു അപ്പം ഈ സ്പീക്കർ പോസ്റ്റാണ് ആദ്യം ഡിമാൻഡ് ചെയ്യണമെന്നുള്ളത് ഈ കാര്യം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ BJP പാർട്ടി പൊളിച്ച് പകുതി അങ്ങോട്ട് കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ സ്പീക്കറുടെ സഹായം കുറച്ച് വേണ്ടി വരും. അതുകൊണ്ടാണ് സ്പീക്കർ എന്നുള്ള പോസ്റ്റും ആദ്യമേ പിടിക്കുന്നത്. വളരെ കൃത്യമാണത്. അപ്പം അതേപോലെ ഓരോ കാര്യത്തിൽ ഇവർക്ക് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒന്ന് ആ വിശ്വാസക്കുറവുണ്ടാവും. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനുള്ള എനിക്ക് തോന്നുന്നു ഒരു മെക്കാനിസം, പൊളിറ്റിക്കൽ മെക്കാനിസം ആസ് വെൽ ആസ് സ്പൈ മെക്കാനിസം, സ്പൈ നെറ്റ്വർക്ക്, അത് എനിക്ക് തോന്നുന്നു BJPക്ക് വളരെ ശക്തമായിട്ടുണ്ട്. BJPയുടെ എല്ലാ ഗെയിംസും ഉണ്ട്. അതുകൊണ്ട് അമിത്ഷായെ വെച്ചുകൊണ്ടൊന്നും അത്തരം ഗെയിമുകൾക്ക് മുതിർന്നോളണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു തുടങ്ങിയൊരു വിഷയത്തിലേക്കാണ്. ഇവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതെങ്ങനെ ടാക്കിൾ ചെയ്യും? ഇപ്പോൾ ഭൂരിപക്ഷം കുറവാണെങ്കിൽ പോലും മോദി വളരെ ശക്തമായിട്ട് വീണ്ടും പറഞ്ഞിരുന്നു, ഞാൻ തുടർന്നു വരുന്ന ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ആ ശക്തി അദ്ദേഹത്തിൻ്റെ അംഗബലത്തിലില്ല. 303 സീറ്റ് ഒറ്റക്ക് BJPക്ക് കിട്ടിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റാണുള്ളത്. അലയൻസ് എല്ലാം കൂടി ചേരുമ്പോൾ 291 വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കേവല ഭൂരിപക്ഷം BJP എന്ന പാർട്ടിക്കില്ല. 3/2 ഭൂരിപക്ഷം ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നാൽ പോലും എത്താനും പോകുന്നത്. നേരത്തെ BJP കിട്ടിയിരുന്ന 303 ഇപ്പോൾ മുന്നണിക്ക് പോലും ഇല്ല. ആ ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നു. രണ്ടിലൊന്ന്, നരേന്ദ്രമോദിയും BJPയും കഴിഞ്ഞ 10 കൊല്ലമായി വെച്ചടി മുന്നോട്ട് പോയ ആശയപരമായി തുടങ്ങി വെച്ച കുറേ ഭരണപരിഷ്കാരങ്ങളുണ്ട്. അതിൽ ഒന്നൊന്നായി വെള്ളം ചേർക്കേണ്ടി വരുന്നത് നമ്മൾ കാണേണ്ടി വരും. ഒന്നുകിൽ അല്ലെങ്കിൽ നിതീഷിൻ്റെയും നായിഡുവിൻ്റെയും മുമ്പിൽ ഒന്നൊന്നായി കീഴടങ്ങുന്ന ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ കാണേണ്ടി വരും. ഏതിനാണ് സാധ്യത കൂടുതൽ എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ പല കാര്യത്തിലും കോംപ്രമൈസിന് തയ്യാറാകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ നിതീഷ് ആണെങ്കിലും നായിഡു ആണെങ്കിലും കുറച്ച് സെക്യുലർ പ്രിറ്റൻഷൻസ് ഉള്ള ആൾക്കാരാണ്. സെക്യുലറിസത്തിൽ ഇപ്പോൾ ഊന്നിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ CAA കാര്യം വരുമ്പോൾ ഒപ്പോസ് ചെയ്യാൻ സാധിക്കും. ഓരോന്നെടുക്കാം സാർ. ഇപ്പോൾ CAA വരുമ്പോൾ സാറ് പറഞ്ഞ ആദ്യത്തെ കാര്യം ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് സ്റ്റേറ്റുകൾക്ക്. ഇപ്പോൾ അത് നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉത്തരാഖണ്ഡിന് വരെ ഉണ്ട് അല്ലേ? അപ്പോൾ പക്ഷെ അത് ഈ ധനകാര്യ കമ്മീഷൻ വന്നിട്ട് നിർത്തലാക്കിയതാണ്. ഇനി ആർക്കും കൊടുക്കരുത്, കാരണം അത് അധിക ചെലവ് അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറച്ച് ടാക്സ് കൺസെഷൻസ്. പക്ഷേ ഈ രണ്ടുപേരും അത് ആവശ്യപ്പെടുന്നുണ്ട്. ബീഹാറും ആവശ്യപ്പെടുന്നു, ആന്ധ്രയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചില പത്രങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വഴിയേ ഉള്ളൂ, സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുള്ളത് കൊടുക്കാതെ ഈ ആന്ധ്രക്കും ബീഹാറിനും പ്രത്യേകമായ അവകാശങ്ങൾ വാരിക്കോരി കൊടുക്കാൻ അവർ നിർബന്ധിതരാകും. അത് ഫെഡറൽ സംവിധാനത്തെ എങ്ങനെ ബാധിക്കും, മറ്റു സ്റ്റേറ്റുകളിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഇഷ്യൂസ്, അതിശക്തമായൊരു പ്രതിപക്ഷം ഉള്ളപ്പോൾ അവരെ അത് എങ്ങനെ നേരിടും തുടങ്ങിയ വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ അത് നയിക്കാനിടയിൽ. മാത്രമല്ല ഇതിപ്പോൾ ഇവർക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരും ആവശ്യപ്പെടാൻ തുടങ്ങും. തീർച്ചയായിട്ടും ആവശ്യപ്പെടാൻ തുടങ്ങും. രണ്ടാമത്തെ ഇഷ്യൂ ആണ് സാർ, CAA വന്നാൽ ഉണ്ടാവുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. CAA നടപ്പാക്കി തുടങ്ങിയിട്ടാണ് നരേന്ദ്രമോദി ഇലക്ഷൻ കാലത്ത് തന്നെ ഇപ്പോൾ CAA പ്രകാരം ഉള്ളൊരു പ്രശ്നം, ഈ പൗരത്വം കാത്തു കിടക്കുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുത്തു തുടങ്ങി. അപ്പോൾ CAA നടപ്പാക്കി. പക്ഷേ അത് ഈ പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുമാണ് BJPയുടെ NDAയുടെ. പക്ഷെ അതിൽ മിണ്ടാതിരുന്നൊരു വിഷയം CAAയുടെ ഭാഗമായി അന്തിമമായി നടപ്പാക്കേണ്ട NRCയെ കുറിച്ചാണ്. NRCയെ കുറിച്ച് BJP മിണ്ടിയിട്ടില്ല. പക്ഷേ NRC എൻ്റെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ പിണറായി വിജയനെ പോലെ പറഞ്ഞ ഒരാളാണ് നിതീഷ്. അതേസമയത്ത് നായിഡു അതിന് അനുകൂലമാണ്, NRCയും CAAയും വന്നോട്ടെ. അപ്പോൾ ആദ്യം നരേന്ദ്രമോദിയും നായിഡുവും കൂടി ചേർന്നിട്ട് നിതീഷിനെ അടിച്ചിരുത്തേണ്ടി വരും ഒന്നുകിൽ. അല്ലെങ്കിൽ നിതീഷാണ് ആള്, ചില്ലറക്കാരനല്ല. നിതീഷ് ഇതിനോട് അനുകൂലിക്കുന്ന നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന 240 വലിയ തോതിൽ ഈ CAA വിരുദ്ധരാണ്, വലിയ തോതിലുള്ള CAA വിരുദ്ധരാണ്. അപ്പോൾ CAA നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിൽ NRC കൂടി ചേർത്ത് നടപ്പാക്കാൻ തുനിയുമ്പോൾ
ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് കണ്ടറിയണം. ചെറിയ ടാക്ടിക്സ് അല്ല, ചെറിയ തന്ത്രങ്ങൾ മതിയാവില്ല. പിന്നെ അതുകൂടാതെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അടുത്തത് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞും പ്രഖ്യാപിച്ചും ഒക്കെ തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും നായിഡു ആയാലും നിതീഷ് ആയാലും ഇടയ്ക്കിടയ്ക്ക് സെക്കുലറിസവും സെക്കുലറാണെന്ന് മാത്രമല്ല അവർ UCC-ക്ക് എതിരാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സെക്കുലറായ ആളുകൾ UCC-യെ പണ്ട് വളരെ വളരെ ശക്തമായി അനുകൂലിച്ചിരുന്നവരാണ് ഒരു കാലത്ത്. ഇപ്പോൾ വന്ന് UCC-ക്ക് എല്ലാവരും എതിരാണ്. സെക്കുലറായ ആളുകളൊക്കെ UCC-ക്ക് എതിരാണ്. അങ്ങനെ വരുമ്പോൾ നിതീഷും നായിഡുവും നിർബന്ധമായി എതിർക്കാൻ ബാധ്യസ്ഥരാണ്. അവർ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അവരൊരു വോട്ട് ബാങ്ക് അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UCC-യുടെ കാര്യത്തിൽ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ആണിത്, ഈ പറഞ്ഞ ജാതി സെൻസസ് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ. ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കത്തിക്കാളിയുന്ന BJP അതിലൊരു ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ജാതി സെൻസസിന് ആദ്യം അനുകൂലമായിരുന്നില്ല അവർ. ജാതി സെൻസസ് വേണ്ട എന്നൊക്കെ പ്രസ്താവന നടത്തി. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ ജാതി സെൻസസ് വേണം, മീൻസ് ജാതി സെൻസസ് ആവശ്യമില്ല എന്ന നിലപാടെടുത്തു. ആദ്യം വേണമെന്ന നിലപാടെടുത്തു, പിന്നെ വേണ്ട എന്ന നിലപാടെടുത്തു. പക്ഷേ ഇപ്പോഴും ജാതി സെൻസസ് രണ്ട് കാര്യമാണ്. ജാതി സെൻസസ് വേണമെന്ന് മാത്രമല്ല നിതീഷ് പറയുന്നത്, അത് ബീഹാറിൽ നടപ്പാക്കി കാണിച്ചു കൊടുത്തു. നടപ്പാക്കിയെന്ന് മാത്രമല്ല അത് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. നായിഡുവും ഏതാണ്ട് ഇത് തന്നെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല വേറൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട വിയോജിപ്പ് വരും. ജാതി സെൻസസ് വന്നാൽ പിന്നീട് സംവരണം എങ്ങനെയെന്നുള്ള പ്രശ്നം വരും. ജാതി സെൻസസ് തന്നാൽ സമുദായം തിരിച്ചുള്ള സംവരണം വരും. അപ്പോൾ സാമുദായിക സംവരണം നിർബന്ധമായിട്ട് വരും. മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നായിഡു പറയുന്നത് ആന്ധ്രയിൽ 4% സംവരണം മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരുന്നതാണ്, ഞങ്ങളത് പുനഃസ്ഥാപിക്കുമെന്നാണ് നായിഡു പറയുന്നത്. ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിൽ സംവരണം കൊടുക്കാനേ പാടില്ല എന്നാണ് BJP പറയുന്നത്. ഇതൊക്കെ ഭയങ്കര അടിസ്ഥാന പ്രശ്നമാണ് സാർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റു പലരെയും കൂടെ കൂട്ടിയാലും കൂട്ടുമ്പോൾ വലിയ അപകടം ഉണ്ടാകുന്ന രണ്ടുപേരാണ് ഇവർ. ആശയപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ആശയപരമായി വൺ നേഷൻ വൺ ഇലക്ഷൻ എടുത്ത് നോക്കൂ. അത് BJP-യുടെ പ്രഖ്യാപിത നയമാണ്. എത്രയോ കാലമായിട്ടുള്ള പ്രഖ്യാപിത നയമാണ്. ഈ രണ്ടാളും അതിനെതിരാണ്. രണ്ടുപേരും ഒരു കാരണവശാലും നടപ്പാക്കി. ഏത് നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് ഇലക്ഷൻ തൊട്ട് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വരെ ഒരു ദിവസം ഒരു സമയം നടത്തുക. അത് ഒരു അർത്ഥത്തിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കും. ചെലവ് കുറക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും, നമ്മുടെ ഊർജം ലാഭിക്കാൻ പറ്റും. നമ്മുടെ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഒരു ഉപകാരമാണ്. ഒരു പ്രോസസ്സ് ഒരേ സമയത്ത് തീരുക. പക്ഷേ ഈ രണ്ടാളും അതിനെതിരാണ്. നിതീഷും എതിരാണ്, നായിഡു എതിരാണ്. എങ്ങനെയാണ് ആ നിലപാടിനെ എങ്ങനെ കണ്ടറിയും? അതുപോലെ ഉള്ള ഇഷ്യൂസൊക്കെ തന്നെ വളരെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിഫോംസ് വിൽ സ്ലോ ഡൗൺ. റിഫോംസിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ, ഇതൊന്നുമല്ല ഇവരെ ആദ്യം ഏറ്റുമുട്ടാൻ പോകുന്ന ഇഷ്യൂ ഞാൻ പറയാം. ആദ്യം ഏറ്റുമുട്ടാൻ പോകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിതീഷ് ഡെഡ് അഗെയിൻസ്റ്റ് ആണ്. കാരണം അയാൾ സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസ്റ്റുകൾ എന്നും പൊതുമേഖലാ ഷെയറുകൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെതിരാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ തുടക്കം മുതലേ അത് വിറ്റഴിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് അവർ വിശ്വാസം. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായി നടത്തണമെങ്കിൽ കോർപ്പറേറ്റ്സിനാണ് സാധിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഒരു സൗകര്യമുള്ളത്, ആ അജണ്ടയിൽ ചന്ദ്രബാബു നായിഡു അനുകൂലമാണ്. ചന്ദ്രബാബു നായിഡു സ്വകാര്യ മേഖലയ്ക്ക് ഇവിടെ വക്താവാണ്. സ്വകാര്യ മേഖലയ്ക്ക് പൊതുമേഖലാ പ്രോപ്പർട്ടി വിറ്റോട്ടെ എന്ന് വാദിക്കുന്നവരാണ്. പക്ഷേ നിതീഷ് ഡെഡ് അഗെയിൻസ്റ്റ് ആണ്. അതേസമയത്ത് നിതീഷ് പൊളിറ്റിക്കലി ഡേഞ്ചറസുമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് വലിയൊരു ആശങ്ക, എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനേക്കാൾ വലിയ ആശങ്ക ഈ ഘടകകക്ഷികളെ ചേർത്തുകൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഇവരൊക്കെ ആയിട്ടുള്ള മുട്ടാനും തട്ടാനും ഒക്കെ അതും മോഡിക്ക് അറിയാം. കാരണം ഗുജറാത്തിൽ ആദ്യം ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് മറ്റേ ശങ്കർ സിംഗ് വഗേലൊക്കെ ആയിട്ട് ആ സമയത്തൊക്കെ തട്ടുമുട്ടൊക്കെ നമ്മൾ കണ്ടേക്കണമല്ലോ. മുട്ടി നിൽക്കണമെങ്കിൽ മുട്ടി നിൽക്കാനും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നറിയാം. പിന്നെ ഞാൻ കാണുന്ന ഒരു സാധ്യത, ഇവർ രണ്ടുപേരും ആഫ്റ്റർ ആൾ വ്യക്തികളാണ്. നിതീഷ് കുമാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ MP-മാരുണ്ട് എന്നത് ശരിയാണ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെയുണ്ട്. BJP-യുടെ ഡീല് പലപ്പോഴും ഗ്രാസ് റൂട്ടിലേക്കാണ്. അറിയാമല്ലോ, ഓരോ MP-യെ നേരിട്ട് പർച്ചേസ് ചെയ്യുക, നേരിട്ട് ഡീൽ ചെയ്യുക,
അപ്പോൾ അതുകൊണ്ട് Amount settle ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് തോന്നുന്നു ചന്ദ്രബാബു നായിഡുവിനേക്കാൾ നല്ല ബന്ധം ഈ കഴിഞ്ഞ ഈ 48 മണിക്കൂറിനുള്ളിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ MP-മാരുമായി സ്ഥാപിച്ചിട്ടുണ്ടാവുക അമിത്ഷായാണ്. അതുണ്ടോ? അതുണ്ട്. ഇതേ അവസ്ഥ അതറിയാവുന്നതുകൊണ്ടാണ് അമിത്ഷായെ ഹോം മിനിസ്റ്റർ ആക്കരുതെന്ന് ഒരു ആവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ക്രൈസിസ് ഒക്കെ ഉണ്ടെങ്കിലും അവരെ കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, ഇപ്പം നിതീഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിതീഷിൻ്റെ MP-മാരെ ഉപയോഗിക്കാമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ നിലക്ക് നിർത്താൻ TDPയുടെ MP-മാരെ തന്നെ ഉപയോഗിക്കാമെങ്കിൽ ആ ടാക്ടിക്സ് അറിയാവുന്ന, ആ മെക്കാനിസം കയ്യിലുള്ള മോദിക്കും അമിത്ഷാക്കും ഇതും മാനേജ് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള നാളുകൾ ഈ ആശങ്കകളെ രാജ്യം എങ്ങനെ കാണുന്നു, എങ്ങനെ നേരിടുന്നു കാണാം. നന്ദി സർ. ശരി, താങ്ക് യു.